നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നതൊക്കെ സബ്ജക്റ്റ് യു ആണെന്ന് ഞാൻ പറഞ്ഞു, സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ, മറ്റ് സബ്ജക്റ്റുകളൊന്നും വരില്ലേ? അതായത് ഐ, വി, ഹി, ഷീ, ദൈ, അതർ നൗൺസ്, ഇതൊന്നും വരില്ലേ എന്നുള്ളൊരു ചോദ്യം വരാം. ഇവിടെ മറ്റ് സബ്ജക്റ്റുകളും ഇമ്പരറ്റീവ്സിൽ വരും. അങ്ങനെയുള്ള ചില കൺസ്ട്രക്ഷൻസാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുക. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. ലെറ്റ് us have a tea. മലയാളത്തിൽ നമുക്കൊരു ചായ കുടിക്കാം. ഇവിടെ അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ലെറ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആഡ്വർബ് അങ്ങനെ വരും. ഇവിടെ ലെറ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, അടുത്ത് വരുന്നത് സബ്ജക്റ്റാണ്. അത് ഐ, ഹി, ഷീ, ദൈ, വി എന്നീ സബ്ജക്റ്റുകളുടെയൊക്കെ അക്യൂസേറ്റീവ് ഫോംസ് വരാം. അതായത് ഐ ആണെങ്കിൽ മീ, ഹി ആണെങ്കിൽ ഹിം, ഷീ ആണെങ്കിൽ ഹെർ, ദേ ആണെങ്കിൽ ദം, വി ആണെങ്കിൽ അസ്, ഇങ്ങനെയുള്ള ഫോംസാണ് സബ്ജക്റ്റായിട്ട് വരിക. ഇത് നല്ലൊരു കൺസ്ട്രക്ഷനാണ്, പഠിച്ചു വെക്കണം, നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നതുമാണ്. ഓക്കെ, മറ്റുദാഹരണങ്ങൾ നോക്കാം. ലെറ്റ് മീ ഗോ ഹോം, ഞാൻ വീട്ടിൽ പോകട്ടെ. ലെറ്റ് ഹിം ടേക്ക് റെസ്റ്റ്, അവൻ റെസ്റ്റ് എടുക്കട്ടെ. ലെറ്റ് ദം ഡാൻസ്, അവർ ഡാൻസ് ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെയാണ് പറയുക. ഇത് ഒരു സജഷൻസ് എന്നൊക്കെയുള്ള ഒരു വിഭാഗത്തിൽപ്പെടും. ഇമ്പരറ്റീവാണ്. ഓക്കെ, ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഇമ്പരറ്റീവ്സൊക്കെ ഇതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വീട്ടിലെ മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇമ്പരറ്റീവ്സും വളരെ അനായാസമായിട്ട് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ബേസിക്കായിട്ട് ഈ സ്ട്രക്ചറുകൾ പഠിച്ചു വെക്കുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഏതാനും ദിവസം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അത് നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് മാറിക്കോളും. സബ്ജക്റ്റായിട്ട് പേഴ്സണൽ പ്രൊനൗൺസ് മാത്രമല്ല വരിക, മറ്റ് പ്രോപ്പർ നൗണുകളും അതർ കോമൺ നൗൺസും ഒക്കെ വരും. ഓക്കെ, ഉദാഹരണത്തിന് ലെറ്റ് മിസ്റ്റർ മനോജ് സ്പീക്ക്. മിസ്റ്റർ മനോജ് എന്നുള്ളത് ഒരു പ്രോപ്പർ നൗണാണ്. അതേപോലെ ലെറ്റ് ദി വാട്ടർ ബോയിൽ, വെള്ളം തിളയ്ക്കട്ടെ. അവിടെ വാട്ടർ എന്നുള്ളതൊരു കോമൺ നൗണാണ്. ലെറ്റ് ഇറ്റ് റെയിൻ, അത് മറ്റൊരു പ്രോനൗണാണ്, പേഴ്സണൽ പ്രോനൗൺ അല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാം. മറ്റ് എന്ത് നൗണുകളും ഇത്തരം സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാം സബ്ജക്റ്റായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ സബ്ജക്റ്റ് എന്താണ്, വെർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് എന്നറിയത്തില്ലാത്തവർ ഇതിനു മുമ്പുള്ള വീഡിയോ ശ്രദ്ധിക്കുക.